നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. അസീസി പുണ്യവാൻ പറയുന്ന ഒരു ചെറിയൊരു കാര്യം കൂടി ഞാൻ നിങ്ങളുടെ മുന്നിൽ പറയട്ടെ. അസീസി പുണ്യവാൻ നമ്മളെക്കുറിച്ച് പറയുന്നത് അസീസി പുണ്യവാനെ കുറിച്ചാണോ പറഞ്ഞതെന്ന് എനിക്ക് സംശയമുണ്ട്. അല്ലാന്ന് എനിക്ക് തോന്നുന്നത്. എനിക്ക് നമ്മളെക്കുറിച്ചായിരിക്കും അസീസി പുണ്യവാൻ പറയുന്നത്. എൻ്റെ സ്വഭാവമാണ് പറയുന്നത്. എന്താ അസീസി പുണ്യവാൻ പറയുന്നത് എന്താണെന്ന് അറിയോ? അസീസിലെ ഫ്രാൻസിസ് പറഞ്ഞതാണ്, പിശാചുക്കൾ പോലും അവനെ ക്രൂശിച്ചില്ല. ആരാണ് അവൻ എന്ന് പറയുന്നത്? ഈശോ തമ്പുരാനെ. പിശാചുക്കൾ പോലും ഈശോ തമ്പുരാനെ ക്രൂശിച്ചില്ല. എന്നാൽ നീ അവരോട് ചേർന്ന് അവിടുത്തെ ക്രൂശിച്ചു. തിന്മകളിലും പാപങ്ങളിലും നീ ആഹ്ലാദിക്കുമ്പോൾ ഇന്നും നീ അവിടുത്തെ ക്രൂശിക്കുന്നു. ഫ്രാൻസിസ് പിതാവ് പറയുന്ന കാര്യമാണ്. അത് എത്ര വലിയ സങ്കടമുള്ള കാര്യം നോക്ക്. കാരണം പിശാചുക്കൾ പോലും ഈശോയെ ക്രൂശിച്ചില്ല. പക്ഷെ നമ്മുടെ അനുദിന പ്രവൃത്തികൾ വഴി അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ ദൈവമായ കർത്താവിനെ നാം ക്രൂശിക്കുന്നു. ക്രൂശിക്കുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് വരും? ക്രൂശിക്കുന്നതിൻ്റെ ഫലം എന്താണ്? എന്താ സംഭവിക്കുന്നത്? അവിടുത്തെ കാലുകളും കൈകളും വീണ്ടും ആണി അരച്ച് വീണ്ടും തറയ്ക്കുന്നു. അപ്പം എന്ത് പുറപ്പെടും? അവിടെ എന്ത് പുറപ്പെടുന്നു? രക്തം ഒന്ന് ഒഴുകുന്നു. എന്താ ഇതിനൊരു കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്താണ് ഇതിനൊരു കാരണം? എന്താ കാരണം? എന്താ അതിന് കാരണം? സുവിശേഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. ചെറുതായിട്ട് പറയാം, ആമുഖമായിട്ട് എന്ന് പറയുന്നത് എന്താ പറയുന്നത്? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും പതിക്കട്ടെ. അവർ അറിഞ്ഞ് പ്രാർത്ഥിച്ചാണോ അറിയാണ്ട് പ്രാർത്ഥിച്ചാണോ എന്താണെന്ന് എനിക്ക് ഇപ്പോഴും പിടുത്തം കിട്ടാത്തൊരു കാര്യമാണ്. അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചാണോ അറിയാണ്ട് പ്രാർത്ഥിച്ചാണോ എന്ന് എനിക്ക് ഇപ്പോഴും അറിഞ്ഞുകൂടാ. പക്ഷേ യഹൂദരെ മുഴുവൻ കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. ആ കാലത്ത് ജീവിച്ചിരുന്ന എല്ലാ യഹൂദരും കർത്താവിൻ്റെ മരണത്തിന് ഉത്തരവാദിയാണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പക്ഷെ അവർ പ്രാർത്ഥിച്ചത് ഇതാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീണു കൊള്ളട്ടെ. ആ രക്തത്തിൻ്റെ പ്രത്യേകതയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ട് അവരങ്ങനെ പ്രാർത്ഥിച്ചു? ബോധനോട് അവർ പ്രാർത്ഥിച്ചെന്ന് ഞാൻ വിചാരിക്കേണ്ടത്. ബോധത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കില്ലായിരുന്നു. അങ്ങനെ ചിന്തിക്കുമോ? ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് അവരങ്ങനെ പ്രാർത്ഥിച്ചത്? ചേച്ചി പറഞ്ഞത് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഒരു ഭാഗത്തുമില്ല. പങ്കില്ലാത്തവരെ പുറത്താക്കാന്ന് വൃത്തിയുള്ളൂ. കാരണം എന്താണ്? നമ്മൾ ആ പഴയ നിയമത്തിൽ ആദ്യം കടന്നു വരുമ്പോൾ 1-2 വചനങ്ങൾ പറഞ്ഞിട്ട് പോകാം. അല്ലെങ്കിൽ അച്ഛനൊന്നും വചനമൊന്നും പറഞ്ഞില്ല എന്ന് പറയില്ല. എക്സോഡസ് 24 പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 8-ാം വാക്യം. അവിടെ എന്താ പറയണത്? പുറപ്പാട് 24:8. അപ്പോൾ മോശ രക്തമെടുത്ത് തളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്ന ഇത്. എന്താ പറഞ്ഞേ? ഉടമ്പടിയുടെ രക്തം. മോശ രക്തമെടുത്ത് ജനങ്ങളുടെ മേൽ തെളിച്ചുകൊണ്ട് പറഞ്ഞു, ഈ വചനങ്ങളെല്ലാം ആധാരമാക്കി കർത്താവ് നിങ്ങളോട് ചെയ്ത ഉടമ്പടിയുടെ രക്തമാകുന്നു. ആദ്യമായിട്ട് അവര് രക്തം കൊണ്ട് തളിക്കപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ട് അനുഗ്രഹിക്കപ്പെട്ടതിൻ്റെ ഓർമ്മയാണ് ഇത് പറഞ്ഞു. ഈ പുറപ്പാടിൻ്റെ പുസ്തകം 24-ാം അധ്യായം 8-ാം വാക്യം. എന്തുകൊണ്ടാണ് അങ്ങനെ രക്തം കൊണ്ട് തെളിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ തെളിയിച്ചത്? നമുക്കറിയാം, ഈ രക്തത്തിൻ്റെ ആരംഭം കിടക്കുന്ന പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈജിപ്തിൽ നിന്ന് അവർ ഇസ്രായേൽ മക്കള് പുറപ്പെട്ടപ്പോൾ ആരംഭിച്ചതാണ്. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട് കട്ടളപ്പടിയിലും വാതിലൊക്കെ തെളിയിച്ചിട്ടാണ് അവരെ രക്ഷപ്പെട്ടത്. കാരണം അതൊരു സിംബോളായിരുന്നു. സൈൻ ആൻഡ് സിംബോളായിരുന്നു അത്. രക്തം കൂടാതെ രക്ഷയില്ല എന്ന് ഉറപ്പായിട്ട് വിശ്വസിച്ചിരുന്ന സമൂഹമാണത്. എന്തുകൊണ്ടാണ് ബലികളുടെയും ഒക്കെ സ്വഭാവം രക്തം ചിന്തുന്നതായിരിക്കുന്നത്? കാരണം രക്തം കൂടാതെ ബലിയർപ്പണമില്ല, രക്തമില്ലാതെ പാപത്തിന് മോചനമില്ലെന്ന് വിശ്വസിക്കുന്നു. ഇന്നും പോത്തിനെയും ആടുകളെയൊക്കെ പിടിച്ച് കൊല്ലുന്നതിൻ്റെ ഉദ്ദേശം തന്നെയല്ലേ?
അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഈശോയുടെ രക്തത്തിൻ്റെ വലിയ സവിശേഷത മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് അച്ഛൻ അത് പറഞ്ഞത്. ലേവ്യരുടെ പുസ്തകത്തിൽ വീണ്ടും നമുക്ക് കാണാം 16-ാം അധ്യായം 15 മുതൽ 16 വരെ. അതിലെന്താ പറയുന്നത്? ജനങ്ങളുടെ പാപപരിഹാര ബലിക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ടുവന്ന് കാളക്കുട്ടിയുടെ രക്തം കൊണ്ട് ചെയ്തതുപോലെ കൃപാസനത്തിന്മേലും കൃപാസനത്തിൻ്റെ മുൻപിലും തളിക്കണം. അങ്ങനെ ഇസ്രായേൽ ജനത്തിൻ്റെ അശുദ്ധിയും തിന്മകളും പാപങ്ങളും നിമിത്തം അഹറോൻ വിശുദ്ധ സ്ഥലത്തിനു വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗ കൂടാരത്തിന് വേണ്ടിയും ഇപ്രകാരം തന്നെ ചെയ്യണം. എന്താ പറഞ്ഞു വെച്ചേക്കണത്? അഹ്റോൻ എന്ത് ചെയ്യണം? വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി വിശുദ്ധ സ്ഥലത്തിന് ജനങ്ങളുടെ പാപപരിഹാരക്കുള്ള കോലാടിനെ കൊന്ന് അതിൻ്റെ രക്തം തിരശ്ശീലയ്ക്കകത്ത് കൊണ്ട്, തിരശ്ശീലയ്ക്കകം എന്ന് പറഞ്ഞാൽ ഹോളി ഓഫ് ഹോളി പ്ലേസിലേക്കാണ് പറയുന്നത്. തിരശ്ശീലയ്ക്കകത്താണ് ഹോളി ഓഫ് ഹോളി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. എന്നിട്ട് കൃപാസനത്തിൻ്റെ മുൻപേ, കൃപാസനം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വാഗ്ദാന പേടകം നിലകൊള്ളുന്ന സ്ഥലമാണ് കൃപാസനം. അവിടെ തെളിക്കണം. അതിനെല്ലാം പുറമേ എന്ത് ചെയ്യണം? അവരുടെ മധ്യത്തിലുള്ള സമാഗമ കൂടാരത്തിന്മേലും തെളിക്കണം. സമാഗമ കൂടാരം എന്ന് പറഞ്ഞാൽ എന്താ? അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ ഓർമ്മ നിരന്തരം യഹൂദന്മാരിൽ നിലനിർത്തുന്ന വലിയൊരു സാമീപ്യവും സാന്നിധ്യവുമാണ് സമാഗമ കൂടാരം. സമാഗമ കൂടാരം കൊണ്ടാണ് ഇസ്രായേൽക്കാർ യാത്ര ചെയ്തിരുന്നത്. എവിടെയാണോ സമാഗമ കൂടാരം കർത്താവ് ഇറക്കാൻ പറഞ്ഞ് ടെൻ്റ് അടിച്ച് നിർത്താൻ പറയുന്നത്, അവിടെ അവർ രാത്രി ടെൻ്റ് അടിച്ച് താമസിച്ചു, അല്ലെങ്കിൽ ദിവസങ്ങളോളം അവിടെ താമസിച്ചു. അവരുടെ ഇടയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞിരുന്നതാണ് ഈ സമാഗമ കൂടാരം. എന്നിട്ട് പറയാണ്, തിന്മകളും പാപങ്ങളും നിമിത്തം അഹ്റോൻ വിശുദ്ധ സ്ഥലത്തിന് വേണ്ടി പാപപരിഹാരം ചെയ്യണം. അവരുടെ ഇടയിൽ അവരുടെ അശുദ്ധിയുടെ മധ്യേ സ്ഥിതി ചെയ്യുന്ന സമാഗമ കൂടാരത്തിന് വേണ്ടിയും ഇപ്രകാരം ചെയ്യണം. സമാഗമ കൂടാരത്തിന് പാപമുണ്ടോ? ഇല്ലല്ലോ. ഉണ്ടോ? ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് സമാഗമ കൂടാരത്തിൽ തെളിക്കണമെന്ന് പറഞ്ഞത്? നമുക്ക് വേണ്ടിയാണ്. നമ്മളാണ് തെളിക്കപ്പെടേണ്ടവർ, നമ്മളാണ് വിശദീകരിക്കപ്പെടേണ്ടത്. നമ്മുടെ ഇടയിലുള്ള ദൈവ സാന്നിധ്യം പവിത്രമാണെന്ന് കാണിക്കുന്നതിന് വേണ്ടിയാണത്. എന്നിട്ട് നമ്മൾ നോക്കുക. ഇനി പൗലോസ്ലീഹ കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം, 1 കൊരിന്തോസ്യർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം 25-ാം വാക്യം. അവിടെ എന്താ പറയണത്? അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം പാനപാത്രം എടുത്ത് അരുളി ചെയ്തു, ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങൾ ഇത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. നിങ്ങൾ ഈ അപ്പം ഭക്ഷിക്കുകയും. ഇത്ര മതി. എന്താ അവിടെ പറയുന്നത്? പുതിയ ഉടമ്പടി, രക്തത്തിലുള്ള പുതിയ ഉടമ്പടി. അപ്രകാരം തന്നെ അത്താഴത്തിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്രമവിധിയോടുള്ള എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ഈശോ പാനപാത്രം എടുത്ത് അരുളി ചെയ്തു. എന്താ അരുളി ചെയ്തത്? ഇത് എൻ്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. നിങ്ങളിത് പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഉടമ്പടി? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. ഹിറ്റൈറ്റ് കവണൻറ്റിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, എന്താ ഉടമ്പടി എന്താണ്? ഉടമ്പടി ആരാണോ ലംഘിക്കുന്നത്, ആ ലംഘിക്കുന്ന വ്യക്തിയെ ഇതേപോലെ നടുവേ പിളർന്ന് രണ്ടാക്കിയിട്ട് ഇട്ട് നടുക്കൂടെ കടന്നു പോകണം. അപ്പോൾ ആരാണോ ഉടമ്പടി തെറ്റിക്കുന്നത് അവർക്കാണ് എന്ത്? പണിഷ്മെൻറ്റ്. ഇവിടെ ഈശോ പറയുന്നത് എന്താണ്? നിങ്ങൾ പാനം ചെയ്യുമ്പോഴെല്ലാം എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. അതിൻ്റെ അർത്ഥം എന്താ? ഇവിടെ പണിഷ്മെൻറ്റിനെ കുറിച്ചല്ല പറയുന്നത്. ഇവിടെ നിരന്തരമായി നമ്മളോട് ഈ രക്തം കൊണ്ട് നവീകരിക്കപ്പെടണമെന്നൊക്കെ ഉദ്ദേശമാണ് പറയുന്നത്. എല്ലാ ദിവസവും നിങ്ങൾ എൻ്റെ ഓർമ്മ ആചരിക്കുന്ന നിമിഷങ്ങളൊക്കെയും ഈ തിരക്തം അനുഭവിച്ച് വിശദീകരിക്കപ്പെട്ട് പൂർണ്ണതയിലേക്ക് വരണമെന്ന് അവർ നമ്മോട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് പറയുകയാണ്. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടിലൂടെ മനുഷ്യരുടെ അന്തിമമായ വീണ്ടെടുപ്പ് പൂർത്തിയാക്കുന്ന പെസഹ ബലിയാണ് ക്രിസ്തുവിൻ്റെ മരണം. അതുപോലെ തന്നെ
പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെട്ട ഉടമ്പടിയുടെ രക്തത്തിലൂടെ മനുഷ്യനെ ദൈവവുമായി അനുരഞ്ജിപ്പിച്ച് അവന് അവിടത്തേക്കുള്ള ഐക്യത്തിലേക്ക് വീണ്ടും കൊണ്ടുവരുന്ന പുതിയ ഉടമ്പടിയുടെ ബലിയുമാണത്. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 26-28 എന്താ പറയുന്നത്? ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അനേകരുടെ പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. അതുകൊണ്ട് തിരുരക്തത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈശോയുടെ തിരുരക്തം എന്ന് പറഞ്ഞാൽ അത് ഒന്നാമതായിട്ട് അത് എന്തിനു വേണ്ടിയിട്ടാണ് വരുന്നത്? പാപമോചനത്തിനായിക്കൊണ്ട്. എന്തിനാണ്? പാപമോചനത്തിനായിട്ട്. അപ്പം അതുകൊണ്ട് ഈ പാപമോചനം അത് ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പരിഹാരം ചെയ്യണം. ഒരു പ്രവൃത്തി, ഞാനിപ്പോൾ ഇവിടുത്തെ ഈ വിളക്ക് പൊട്ടിച്ചു എന്ന് വെച്ചോ, വിളക്ക് പൊട്ടിച്ചാൽ എന്ത് ചെയ്യണം? പകരം പുതിയ വിളക്ക് ഞാൻ മേടിച്ചു വെക്കണം. അപ്പോഴാണ് ഇതിന് പരിഹാരം പൂർത്തിയാകുക. അപ്പോൾ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ട് സംഭവിക്കുന്ന തിന്മയുടെ ഫലം എന്താണോ അത് ഇല്ലാതെയാക്കി വീണ്ടും പൂർണ്ണ പഴയ സ്ഥിതിയിലായി തീർന്നെങ്കിൽ മാത്രമേ അത് പരിഹാരം ചെയ്തെന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ, അല്ലേ? അപ്പോൾ കർത്താവിൻ്റെ തിരുരക്തം നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നാം എങ്ങനെ ആത്മാവിൽ സൃഷ്ടിക്കപ്പെട്ടുവോ ആ വിശുദ്ധിയുടെയും കൃപയുടെയും അനുഗ്രഹത്തിൻ്റെയും ജ്വാലയായി ജ്വലിച്ചുകൊണ്ട് തന്നെ വീണ്ടും നമ്മളാകുന്നില്ലെങ്കിൽ അവിടെ ഈ പറഞ്ഞ കാര്യത്തിന് അർത്ഥം പൂർത്തിയാവില്ല, അല്ലേ? സത്യമല്ലേ അച്ഛൻ പറഞ്ഞത്? അതായത് നമ്മുടെ ആത്മാവ്, കർത്താവ് സൃഷ്ടിച്ച നമ്മുടെ നമ്മിലുള്ള ദൈവ ആത്മാവ് എത്രമാത്രം വിശുദ്ധിയിലാണോ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചത്, ആ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയിലേക്ക്, കൃപയിലേക്ക് ഈ ഉടമ്പടിയിൽ നാം പ്രവേശിക്കുന്നത് വഴി ഈ തിരുരക്തത്തിൻ്റെ കൃപ കൊണ്ട് നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് തിരുരക്തത്തോടുള്ള ഭക്തി നമ്മിലെ വളർത്തുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. പരിശുദ്ധ പിതാവ് 9-ാം പീയൂസ് മാർപ്പാപ്പയാണ് ഈ ഭക്തി കുറിച്ച് ആദ്യമായി ഓർമ്മിപ്പിക്കുന്നത്, സഭയിലെ ആഘോഷമായിട്ട് കൊണ്ടുവരുന്നതൊക്കെ. പ്രത്യേകിച്ച് ഈ മാസത്തിൽ ജൂലൈ മാസത്തിൽ കർത്താവിൻ്റെ തിരുരക്തത്തിൻ്റെ ഉള്ള ഭക്തി പുറപ്പെടുവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, നമ്മൾ നിത്യം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്, അല്ലേ? നമ്മൾ ഈ പുസ്തകത്തിലെ പ്രാർത്ഥന നമ്മൾ എന്നും പ്രാർത്ഥിക്കാറുണ്ട്, അല്ലേ? പ്രാർത്ഥിക്കാറുണ്ടല്ലോ. ഇത് ഏത് വിശുദ്ധ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത്? വിശുദ്ധ ബ്രജീത്ത പുണ്യവതിയും ഈശോയുടെ തിരുരക്തത്തിൻ്റെ പ്രാർത്ഥന കരുത്തിയാണ്. അല്ലെങ്കിൽ അതിൻ്റെ അനുഗ്രഹ ഫലങ്ങളെ അനുഭവിക്കുകയും മനസ്സിലാക്കുകയും സ്വന്തമാക്കുകയും ചെയ്ത പുണ്യവതിയാണ്. അതുപോലെ ഒരു വിശുദ്ധയും കൂടെയുണ്ട്, വിശുദ്ധ മെറ്റിൽഡ പുണ്യവതി. കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെക്കുറിച്ചും കർത്താവിൻ്റെ തിരുമേനിയിൽ അനുഭവിച്ച അടികളെക്കുറിച്ചൊക്കെ വിശുദ്ധ മെറ്റിൽഡ പുണ്യവതിയും ചോദിക്കുകയും മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ആ തിരുരക്തം കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്ത വിശുദ്ധരാണ്. അങ്ങനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈശോയുടെ തിരുരക്തത്തിൻ്റെ അനുഗ്രഹത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ചിന്താവിഷയം. അപ്പം പാപത്തിന് വേണ്ടി നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരമായി ചിന്തപ്പെട്ട നിത്യ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ എല്ലാ പാപങ്ങളിൽ നിന്നും രക്ഷിക്കുന്നുവെന്ന് വിശുദ്ധ പൗലോസ്ലീഹ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി പാപത്തെക്കുറിച്ച് ഭയപ്പാടോ പേടിയോ വേണ്ട, മറിച്ച് എന്ത് ചെയ്താൽ മതി? ആ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും ഞങ്ങളുടെ മേൽ വീഴിച്ച് ഞങ്ങളെ
ഭാഗ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട വലിയ കടമ നമുക്കുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തിരുരക്തമെന്ന് നമ്മൾ പറയുമ്പോൾ മിശിഹായുടെ രക്തമാണ്. അത് പാപമോചനത്തിന് വേണ്ടി ചിന്തപ്പെട്ടതാണ്. എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, നമുക്ക് വേണ്ടി ചിന്തപ്പെട്ട രക്തമാണ്. ആ തിരുരക്തത്തോട് അപേക്ഷിച്ചാൽ, ആ തിരുരക്തത്തിൻ്റെ ഒരു തുള്ളിയെങ്കിലും നമ്മുടെ ആത്മാവിൽ വീഴാനിടയായാൽ തീർച്ചയായും നമ്മുടെ കടങ്ങളിൽ നിന്നും പാപങ്ങളിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു, രോഗങ്ങളും വേദനകളും അസ്വസ്ഥതകളും വിട്ടുപോകുമെന്നും വലിയ ഉറപ്പ് കർത്താവ് നമുക്ക് തരുന്നു. 1995 നൈജീരിയക്കാരനായ ഒരു സാധാരണക്കാരനെ കർത്താവ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് വീണ്ടും ഈ തിരുരക്തത്തിൻ്റെ ഭക്തി പ്രാർത്ഥനയെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അയാളുടെ പേര് ഞാൻ മനസ്സിൽ നിന്ന് പെട്ടെന്ന് വിട്ടുപോയി. ഒരു നല്ല ഒരു പേര് ഞാൻ ചൊല്ലിയിരുന്നതാണ് ആ പ്രാർത്ഥനകളൊക്കെ കുറിച്ച്. ഞാൻ ഇന്ന് ആ പ്രാർത്ഥന പുസ്തകം എടുക്കണമെന്നൊക്കെ കൊടുത്തത് കിട്ടിയില്ല. അതങ്ങനെയാണ്. ഇതൊക്കെ നേരത്തെ എൻ്റെ കൈകളിൽ വരും. ഞാൻ അതിനെക്കുറിച്ചൊന്നും കുറച്ചൊക്കെ ഞാൻ കുറേ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിച്ചു, ഒരു കൊല്ലമൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു, ദൈവമേ ഇതൊക്കെ എന്തോരം പറഞ്ഞു, അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ. ആരെങ്കിലും പ്രാർത്ഥിക്കാൻ താല്പര്യമുള്ളത് ചോദിച്ചാൽ ഞാൻ അവർക്കെടുത്ത് കൊടുക്കും. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് ആയിരിക്കും കുറേ കാലം കഴിഞ്ഞായിരിക്കും എന്നോട് പറയുക, ഈ കാര്യത്തെക്കുറിച്ച് ഒന്ന് ക്ലാസ് പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിഷയം സബ്ജക്റ്റ് എടുക്കുക എന്നൊക്കെ പറയുമ്പോൾ അപ്പം ഞാൻ അയ്യോ ഇതെൻ്റെ കയ്യിൽ നിന്ന് പോയില്ലോ. അതാണ് സംഭവം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി ഇരുന്ന് ആലോചിക്കുകയായിരുന്നു, കർത്താവേ ഇത് വലിയ ചതിയായി പോയല്ലോ, എൻ്റെ കൈ കിട്ടിയ സംഗതി നഷ്ടപ്പെട്ടല്ലോ എന്ന്. അപ്പോൾ ഞാൻ വീണ്ടും ആലോചിച്ച്, അപ്പോൾ 95 ബർണബാസ് എന്ന നൈജീരിയക്കാരനെ കർത്താവ് കൊടുത്ത ചില വാഗ്ദാനങ്ങളുണ്ട്. എന്തൊക്കെയാണ് പറയുന്നത്? ഒന്നായി, തിരക്തത്തോടെ ഭക്തിയുള്ള മനുഷ്യരെ സകലവിധ തിന്മകളിൽ നിന്നും അവിടുന്ന് സംരക്ഷിക്കും. അതാണ് ഈ തിരുഹൃദയത്തിൻ്റെ ഭക്തികൾ പറയുന്ന പോലെ തന്നെ. കുറേ 10-15 എനിക്ക് എല്ലാം ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും ഓർക്കുന്ന കാര്യങ്ങളൊക്കെ പറയാം. ഒന്നാമത് പറയുന്നത് സകല തിന്മകളിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. അതാണ് പ്രൊട്ടക്ട്സ് ഫ്രം ഓൾ ഈവിൾസ്. കാരണം തിന്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായ നമ്മിൽ നിന്ന് മായ്ച്ചു കളയുന്നതാണ്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും നമ്മെ സൃഷ്ടിച്ചെങ്കിൽ ആ ഛായയിലും സാദൃശ്യത്തിലും നിലനിൽക്കാൻ വേണ്ട കൃപയും തന്നിരുന്നു. അത് ആദിമാതാപിതാക്കളുടെ പാപത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ് നമ്മുടെ നല്ല കയ്യിലിരിപ്പ് വഴിയായിട്ട്, മാംസ വഴി വീണ്ടെടുത്തെങ്കിലും നമ്മുടെ നല്ല കയ്യിലിരിപ്പ് വഴിയായിട്ട് നമുക്ക് വീണ്ടും അത് നഷ്ടപ്പെട്ടു. എന്നിട്ടും നിരാശനാകാതെ പരിശുദ്ധ കുമ്പസാരം എന്ന് പറയുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ നീരുറവ, വലിയ സോപ്പും ജലവും ഈ സോപ്പും പിന്നെ നമുക്ക് നൽകി വീണ്ടും കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാറില്ല എന്നുള്ളതാണ് സങ്കടം. അതുകൊണ്ട് വീണ്ടും പറയപ്പെടുകയാണ്, സകല ജനത്തിനും വേണ്ടി ചിന്തപ്പെടുന്ന അല്ലേ ഉടമ്പടിയുടെ രക്തമാണ് എന്ന് പറഞ്ഞാൽ ഈ ഉടമ്പടിയിലേക്ക് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള സകല മനുഷ്യർക്കും പ്രവേശിക്കാനായിട്ട് ഈശോ മിശിഹ ഒരു അവസരം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, നാനാജാതി മതസ്ഥർ ഈശോയുടെ തിരുരക്തത്തിൻ്റെ കൃപ കൊണ്ട് നമ്മുടെ ഈ യൂട്യൂബിൽ അടിച്ചു കൊടുത്ത എത്ര കാര്യങ്ങളാണ് അവിടെ വരുന്നത്. അല്ല, ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു സകല തിന്മകളിൽ നിന്നും നമുക്ക് സംരക്ഷണം നൽകുന്നു. 2, പഞ്ചേന്ദ്രിയങ്ങളെ കോട്ട കെട്ടി എല്ലാവിധത്തിലുള്ള അപകടത്തിൽ നിന്നും നമ്മെ സംരക്ഷിക്കുന്നു. കർത്താവിൻ്റെ തിരുരക്തം പഞ്ചേന്ദ്രിയങ്ങളെ കോട്ട കെട്ടി തിന്മ ചെയ്യാതിരിക്കുന്നതിൽ നിന്ന്, അല്ല തിന്മ ചെയ്യാനുള്ള പ്രേരണയിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. രണ്ടാമത്തെ അനുഗ്രഹമാണ്. പഞ്ചേന്ദ്രിയങ്ങളെ അവിടെ തിരുരക്തം കൊണ്ട് കോട്ട കെട്ടി നമ്മെ സംരക്ഷിക്കുന്നു, ശുദ്ധീകരിക്കുന്നു. മൂന്നാമത്തത് പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് നമ്മെ സംരക്ഷിക്കുന്നു. എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ദിവസം മരിക്കും, അതുകൊണ്ട് പെട്ടെന്ന് തട്ടിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെയാട്ടാ ആൾക്കാരൊക്കെ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, അങ്ങ് കടന്നില്ലല്ലോ, ഇല്ല പെട്ടെന്ന് പോയില്ലേ, അയ്യോ വയ്യാന്ന് പറഞ്ഞ ആസ്പത്രിയിൽ പോയതല്ലോ, ഏതാണ്ട് ഷട്ടൂരി മാറണ നേരം കൊണ്ട് ഹാർട്ട് അറ്റാക്കാണെന്ന് അറിയാൻ പാടില്ല, കുഴഞ്ഞോ വീണോ എന്ന് അറിയാൻ പാടില്ല, വീണു തോന്നുന്ന മുമ്പ് ആള് പോയിട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള മരണത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് പാപത്തെക്കുറിച്ചുള്ള പശ്ചാത്താപവും മനസ്താപത്തോടും കൂടെ യഥാവിധത്തിൽ ഒരുങ്ങി മരിക്കാനുള്ള അവസരം ഈ തിരുരക്ത ഭക്തർക്ക്, അത് തിരുഹൃദയ ഭക്തർക്കും അങ്ങനെ തന്നെയാണ് കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. കാരണം ഈ തിരുരക്തവും തിരുഹൃദയവും ഒക്കെ ഓരോ ശരീരത്തിൽ നിന്ന് പുറപ്പെടുന്നതാണല്ലോ. അതുകൊണ്ട് അവിടുന്ന് ആ കൃപ തിരുഹൃദയ ഭക്തർക്കും നൽകിയിട്ടുണ്ട്. 9 വെള്ളിയാഴ്ചകളിൽ 9 മാസാദി വെള്ളിയാഴ്ചകളിൽ കുമ്പസാരിച്ച കുർബാന ആയിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അത് ചേർന്ന് പോകുന്നത് ഇതൊന്നും വ്യത്യസ്തമല്ലല്ലോ. കാരണം അവിടുത്തെ ഹൃദയത്തിൽ നിന്ന് കുത്തി ഒഴുകുന്ന രക്തമാണല്ലോ പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് ഈ വാഗ്ദാനം നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധ്യമല്ല. അതുകൊണ്ടാണ് പറയുന്നത് എന്താണ്, പെട്ടെന്നുള്ള മരണത്തിൽ നിന്ന് അവൻ ഞങ്ങൾ സംരക്ഷിക്കും. രണ്ടാമത്തത്, അവൻ്റെ മരണത്തിന് 12 മണിക്കൂർ മുമ്പ് എൻ്റെ തിരുരക്തം അവൻ പാനം ചെയ്യും. വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞാൽ പരിശുദ്ധ കുർബാനയും തിരുപാതയും കൂടാതെ അവൻ മരിക്കാൻ പരമാവധി ഞാൻ ഇടയാക്കുകയില്ല. വലിയ വാഗ്ദാനം. ദൈവമേ നിനക്ക് നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ല ക്രിസ്ത്യാനോട് പറയും ഒടുക്കത്തെ പ്രശ്നം കഴിഞ്ഞു വിട്ടെന്ന്, അല്ലേ? പറഞ്ഞു വിട്ടിട്ടുണ്ടാ? ഒടുക്കത്തെ പ്രശ്നം കഴിഞ്ഞു എന്ന്. അപ്പം പിന്നെ ആൾക്കാരിങ്ങനെ വരിവരിയായിട്ട് പോവുക ആളെ കാണാനായിട്ട്. ഇനി ഒന്നും പറയാനില്ല, മിണ്ടില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് പോവുമല്ലോ എന്ന് ഓർത്ത ആൾക്കാർ കാണാവോ എന്ന് പറഞ്ഞാൽ ഇതാണ് അവസാനമായിട്ട് നിത്യയാത്രയ്ക്കുള്ള ഒരുക്കത്തിൻ്റെ ഭാഗമായിട്ട്. അങ്ങനെ പറയാൻ പാടില്ലെന്നാണ് പറയുക. കാരണം ഇതാണ് രോഗിലേപനം എന്നാണ് ശുശ്രൂഷയെ കുറിച്ച് പറയുക. എന്നാലും ഞാനിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ള 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ 12 മണിക്കൂറിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ തിരുശരീരങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്തുകൊണ്ട് കർത്താവിലൂടെ മരിക്കാനുള്ള ഭാഗ്യം ഈ തിരുരക്ത ഭക്തർക്ക് കർത്താവ് നൽകും. അതുപോലെ തന്നെ 24 മണിക്കൂറിന് മുൻപ് യഥാർത്ഥത്തിൽ അവരായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് മനസ്തപിച്ച് പാപമോചനം നേടുവാനുള്ള വലിയ കൃപ അവർക്ക് ലഭിക്കും. അത് വലിയൊരു അനുഗ്രഹം. ഞാൻ ചിന്തിച്ച് നോക്കുമ്പോൾ വലിയ അത്ഭുതം. കാരണം ഇതാണ്, തിരുരക്തത്തോടൊരു ഭക്തിയാണ് കർത്താവ് ഇതെല്ലാം അവന് വാഗ്ദാനം ചെയ്യുന്നതിൻ്റെ പുറകിലായിട്ട് നിലകൊള്ളുന്നത്. അതുപോലെ തന്നെ പൂർണ്ണമായും തിന്മകളിൽ നിന്ന് ഞാൻ അവനെ സംരക്ഷിക്കും. ഇതാണ് നമുക്ക് വരാവുന്ന ആത്മീയവും ശാരീരികവുമായിട്ടുള്ള ദുഷ്ടാരൂപികളുടെ ആക്രമണങ്ങളിൽ നിന്ന് ഈശോ നമ്മെ സംരക്ഷിക്കും. അതുപോലെ തന്നെ അനേകം ആത്മാക്കളെ ശുദ്ധീകരണ സ്ഥലത്ത് നിന്ന് നമ്മുടെ പ്രാർത്ഥന വഴി ഈശോ മോക്ഷഭാഗത്തിലേക്ക് കൊണ്ടുപോകും. തിരക്തത്തോടുള്ള പ്രാർത്ഥന നമ്മൾ ജപമാല, തിരക്ത ജപമാല, തിരക്തത്തോടുള്ള പ്രാർത്ഥന, തിരുമുഖത്തോടുള്ള പ്രാർത്ഥന ഒക്കെ നമ്മെ പ്രത്യേകിച്ച് ശുദ്ധീകരണത്തിൽ കഴിയുന്ന ആത്മാക്കൾക്ക് വേഗത്തിൽ മോക്ഷത്തിൽ ചേരുന്നതിനുള്ള, അല്ലെങ്കിൽ ദൈവത്തോട് നന്നായി ചേരുന്ന, ദൈവത്തിൻ്റെ മുഖം ദർശിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നതിനുള്ള വലിയ കൃപയായിട്ട് അവർക്ക് ലഭിക്കുമെന്ന് പറയുന്നു. മാത്രമല്ല കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ, അല്ലേ, പീഡാനുഭവങ്ങളെ ധ്യാനിക്കാതെ തിരക്തത്തെക്കുറിച്ച് ധ്യാനിക്കാൻ പറ്റില്ല. ശരീരത്തിൽ വീഴുന്ന രക്തത്തെ പ്രതി അല്ലെങ്കിൽ അവിടുത്തെ തിരക്തത്തെ പ്രതി മിശിഹ തമ്പുരാൻ കരുണ കാണിക്കും. നമ്മുടെ മേൽ അവിടുന്ന് കരുണ കാണിക്കും. കാരണം കർത്താവിൻ്റെ തിരക്തം ഒഴുകുന്നത് അവിടുത്തെ വലിയ മുറിവുകളിൽ നിന്നാണ്, അല്ലേ? അതുകൊണ്ട് അവിടുത്തെ ആ വേദനയെ പ്രതി, തിരക്തത്തെ പ്രതി അവിടുന്ന് വലിയ കരുണ നമ്മോട് കാണിക്കും. അപ്പോൾ തന്നെ ഈ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും, തിരക്തത്തിൻ്റെ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ എല്ലാ ആവശ്യങ്ങളും ഈശോ മിശിഹ അവർക്ക് സാധിച്ചു കൊടുക്കും. അവരുടെ എല്ലാ പ്രാർത്ഥനകളും കേൾക്കും. മാത്രമല്ല അനേകം അത്ഭുതങ്ങൾ ചെയ്യുവാൻ അവർക്ക്, അങ്ങനെയുള്ള വ്യക്തികൾക്ക്, വൈദികർക്ക് ഒക്കെ പ്രത്യേകമായിട്ടുള്ള കൃപ ഞാൻ നൽകും. മാത്രമല്ല നമ്മൾ പറയുന്നത് ഇതാണ്, തിരക്തത്തോട് ഭക്തിയുള്ള വ്യക്തികൾ പ്രാർത്ഥിക്കുമ്പോൾ തിന്മയുടെ കൂട്ടായിയായിട്ടുള്ള സ്ഥലങ്ങൾ, തിന്മയുടെ കൂട്ടങ്ങളെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് അവർ തിന്മയുടെ അടിമത്തത്തെ, ദേശത്തിൻ്റെ അടിമത്തത്തെ, അതാണ് തിന്മയുടെ അടിമത്തം എന്ന് പറയുമ്പോൾ ദേശങ്ങളുടെ അടിമത്തം, സമൂഹങ്ങളുടെ അടിമത്തം, തിന്മയ്ക്കപ്പെടുന്ന ചില സമൂഹങ്ങൾ തന്നെ തിന്മയുടെ അടിമത്തത്തിൽ കിടക്കുന്നുണ്ട്. അവയെല്ലാം നശിപ്പിക്കുകയും
നശിപ്പിച്ച് കളയാം. കാരണം എന്ത് മതി? ഈശോയുടെ രക്തത്തോടുള്ള ഭക്തിയോടുള്ള പ്രാർത്ഥന വഴി അങ്ങനെയുള്ള കുടുംബങ്ങളെ, സമൂഹങ്ങളെ, ദേശങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. അതിന് അടിമത്തത്തിൽ തകർത്തും. അത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ, ചില പൈശാചിക അടിമത്തങ്ങൾക്ക് വിധേയരായിട്ടുള്ള വ്യക്തികളുണ്ട്, കുടുംബങ്ങളുണ്ട്, സമൂഹങ്ങളുണ്ട്, പ്രദേശങ്ങളുണ്ട്. ചില പറയുന്നത് ആ വഴിക്ക് ആ നാട്ടിൽ പോകണ്ട കേട്ടോ, ആ നാട്ടിൽ പോയാൽ വലിയത്തെ പശക, അവിടെ ഒക്കെ ഇങ്ങനെയാണ് കേൾക്കുന്നത്, ഒക്കെ കൗടിയന്മാരുടെ സ്ഥലമാണ് എന്നൊക്കെ ചില സ്ഥലങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞുകൂടെ അവിടെ ഏതൊക്കെയെന്ന്. അപ്പോൾ അങ്ങനെ ഉള്ള സ്ഥലത്തേക്കൊന്നും അങ്ങനെയുള്ള ബന്ധനങ്ങൾ, ഇപ്പം നമ്മുടെ ഭാഷയിൽ പറയുന്ന ബന്ധനങ്ങൾ, അത് തകർത്ത് കളയാൻ ഈ തിരുക്കത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. പിന്നെന്താണ്? കർത്താവ് തൻ്റെ വഴികൾ നമ്മെ പഠിപ്പിക്കും. ഏത് വഴി കൂടെയാണ് നാം ചരിക്കേണ്ടതെന്ന് തിരുക്കത്തോടുള്ള പ്രാർത്ഥന വഴി നമ്മൾ അപേക്ഷിക്കുമ്പോൾ അവിടുന്ന് അവിടുത്തെ വഴികളിലേക്ക് നമ്മെ ഓരോരുത്തരെയും നയിക്കും. നമ്മൾ എല്ലാ എണ്ണം വഴിതെറ്റിപ്പോയി, അവരവർ ഈ വഴിക്ക് പോയി എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാചകൻ വിലപിക്കുന്നുണ്ട്. ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവിതരിക, മക്കളെ പോറ്റി വളർത്തി അവരെന്നോട് മത്സരിക്കുന്നു. കാള തൻ്റെ ഉടയവനെ, കഴുതൻ്റെ ബുത്തൊട്ടി അറിയുന്നു, പക്ഷെ എൻ്റെ മക്കളെന്നെ അറിയുന്നില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വഴികൾ അറിയുകയും ആ വഴിയിലൂടെ സഞ്ചരിക്കുകയും ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് അവിടുന്ന് നമ്മെ അവിടുത്തെ വഴികളിലൂടെ നമ്മെ നടത്തും. പിന്നെ പറയുകയാണ്, ഈ പ്രാർത്ഥനകളൊക്കെ പഠിപ്പിക്കുക, അവരെ ചൊല്ലിപ്പിക്കുക, അത് ചൊല്ലാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവരുടെ ആത്മാക്കളെയൊക്കെ കർത്താവ് ഏറ്റവും സ്നേഹത്തോടുകൂടെ തന്നോട് ചേർത്ത് നിർത്തുന്ന അനുഭവങ്ങൾ, അല്ലെങ്കിൽ വിശദീകരിക്കപ്പെട്ട പുണ്യന്മാർക്കൊത്ത വിധത്തിലുള്ള വലിയ അഭിഷേകങ്ങൾ, കൃപകൾ ഈ ചൊല്ലാൻ പഠിപ്പിക്കുകയും പ്രേരിപ്പിക്കുകയും ചെയ്യുന്നവർക്ക്. അപ്പോൾ എനിക്ക് കിട്ടാൻ വഴിയുണ്ട്. നിങ്ങളോടിതൊക്കെ പറഞ്ഞ കാലം കൊണ്ട്, എനിക്കിതൊക്കെ കിട്ടാൻ വഴിയുള്ള കാലം കൊണ്ടാണ് ഞാൻ ചാടി പിടിച്ച് അച്ഛൻ പറഞ്ഞു ഞാൻ പറയാട്ടോ എന്ന് പറഞ്ഞു. കാരണം എനിക്കിത് കിട്ടുമല്ലോ, എനിക്ക് വാദിക്കാമല്ലോ ഈശോയോട്. ഈശോയെ, ഇത് അങ്ങ് ഈ പറഞ്ഞ വാഗ്ദാനമൊക്കെ ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവർ ചെയ്യോ ചെയ്യാതിരുന്നോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, പക്ഷേ എനിക്ക് കിട്ടേണ്ടത് കിട്ടണമെന്ന് എനിക്ക് ഈശോയോട് വാദിക്കാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുന്നവർക്ക് വലിയ വലിയ അനുഗ്രഹങ്ങൾ ഈശോ പറഞ്ഞു വെച്ചിരിക്കുന്നു. പിന്നെ പറഞ്ഞിരിക്കുന്നതാണ്, ഈ തിരുരക്തത്തോട് ഭക്തിയുള്ളവർക്ക് 4 വർഷത്തെ തിരുസഭ പറഞ്ഞു വെച്ചിരിക്കുന്ന ദണ്ഡവിമോചനമൊക്കെ ഞാൻ അവർക്ക് നൽകും. എന്താ ദണ്ഡവിമോചനം എന്ന് പറഞ്ഞാൽ? പാപത്തിൻ്റെ കാലത്ത് നിന്നുള്ള ശിക്ഷകളിൽ നിന്ന് മോചനം, ഇളവ്, അതാണ് ലഭിക്കുന്നത്. അത് 4 വർഷത്തെ ശിക്ഷകളിൽ നിന്നുള്ള, കാലത്തിൻ്റെ ശിക്ഷകളിൽ നിന്നുള്ള മോചനം അവർക്ക് നൽകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഈശോയുടെ വലിയ തിരുരക്തത്തിൻ്റെ ശക്തിയിൽ നമ്മളൊക്കെ നിറയപ്പെടാൻ, നമ്മളൊക്കെ പൂർണ്ണതയിലേക്ക് എത്താനായിട്ട് നമുക്ക് കഴിയട്ടെ. നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം. ഈശോയുടെ തിരുരക്തത്തോട് നമ്മളെന്താ പ്രാർത്ഥിക്കുന്നത്? എങ്ങനെയാണ്? ഈശോയുടെ തിരുക്കുരിശിൽ നിന്ന് ഒഴുകിയിറങ്ങി വരുന്ന തിരുരക്തമേ, തിരുജലമേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു, എൻ്റെ മേൽ കരുണയായിരിക്കണമേ. എന്തായാലും നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുപോലെ നമുക്ക് ആ പ്രാർത്ഥന തന്നെ നമുക്ക് വ്യത്യസ്തങ്ങളായിട്ട് ഉപയോഗിക്കാം. ഈശോയുടെ തിരുവിലാന്നൊഴുകിയ തിരുരക്തമേ, എൻ്റെ പഞ്ചേന്ദ്രിയങ്ങളെ കഴുകണമേ, എൻ്റെ ബുദ്ധിയെ കഴുകണമേ, ചിന്തകളെ കഴുകണമേ, ഹൃദയത്തെ കഴുകണമേ, എൻ്റെ രോഗാവസ്ഥകളെ കഴുകണമേ, എനിക്ക് സൗഖ്യം തരണമേ, എനിക്ക് ശക്തി തരണമേ, അങ്ങയോട് ചേർന്ന് നിൽക്കുവാൻ കൃപ തരണമേ എന്നിങ്ങനെയൊക്കെ മാറ്റി മാറ്റി മറിച്ച് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കും. കാരണം കാൽവരി മലയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന അമൂല്യമായ തിരുരക്തം എന്നെ സകല ഭാവങ്ങളിൽ നിന്നും, ഓർമ്മ, ബുദ്ധി, ഇച്ഛാശക്തി, എൻ്റെ ഹൃദയ വിചാരങ്ങൾ, എൻ്റെ പ്രവർത്തന മേഖലകൾ, ഇവിടെയെല്ലാം കടന്നു വന്ന് എന്നെ കഴുകി വിശദീകരിക്കണമേ, ശക്തിപ്പെടുത്തണമേ, സാത്താൻ്റെ സകല കുഴിലന്തരങ്ങളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ, എനിക്ക് ശക്തിയും ഉറപ്പുള്ള കോട്ടയായി തീരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ രക്തമേ, ഞങ്ങളുടെ കുടുംബത്തെ രക്ഷിക്കണമേ, ലോകത്തെ രക്ഷിക്കണമേ, ഞങ്ങളുടെ സമൂഹത്തെ രക്ഷിക്കണമേ, വിശദീകരിക്കണമേ, നവീകരിക്കണമേ എന്നിങ്ങനെ നമുക്ക് ഈശോയുടെ രക്തത്തോട് വിളിച്ചപേക്ഷിക്കാനായിട്ട് സാധിക്കട്ടെ. ഈശോയുടെ തിരുരക്തത്തിൻ്റെ വലിയ കൃപ, വലിയ അഭിഷേകം നമുക്കൊക്കെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് കഴിയട്ടെ.